ടൂറിസ്റ്റ് ബസ്സുകളുടെ അനധികൃത രൂപമാറ്റത്തിൽ കർശന നടപടി വേണമെന്ന് MVDയോട് ഹൈക്കോടതി. അപകടമുണ്ടാക്കുന്ന ബസ്സുകൾക്ക് മാത്രമല്ല അനധികൃത ഓൾട്ടറേഷനും പരമാവധി ഉയർന്ന പിഴ തന്നെ ഈടാക്കണം. പരിശോധന ശക്തമാക്കാനും കോടതി നിർദ്ദേശിച്ചു. നെടുമങ്ങാട് അപകടത്തിൽ സ്ത്രീ മരിച്ചതിൽ ടൂറിസ്റ്റ് ബസ്സിന് 1,65,000 രൂപ പിഴ ചുമത്തി. സുനിഷ അയലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ അയലൂർ, അനധികൃത രൂപമാറ്റം വരുത്തി ബസ്സുകൾ ഓടുന്നത് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ MVD കുറച്ചുകൂടി കർശനമായി തന്നെ ഇടപെടണം എന്ന നിർദ്ദേശമാണോ കോടതി നൽകുന്നത്? അതെ സുജയ, അങ്ങനെ തന്നെയാണ്. കൃത്യമായി ശക്തമായ ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ നിരവധിയായി തന്നെ നിരത്തിലിറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തുന്ന ഈ ബസ്സുകൾക്കെതിരെ കർശനമായ നടപടിയെടുക്കണം, ഒപ്പം തന്നെ പിഴ ഈടാക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് നിലവിൽ ഹൈക്കോടതി MVDയോട് നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. പ്രധാനമായും നെടുമങ്ങാട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എത്ര രൂപ പിഴ ഈടാക്കി എന്നത് ഹൈക്കോടതി MVDയോട് ചോദിച്ചിരുന്നു. അങ്ങനെ 25,000 രൂപയാണ് അന്ന് അപകടത്തിൽപ്പെട്ട ഈ ടൂറിസ്റ്റ് ബസ്സിനെതിരെ പിഴയായി ഈടാക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ അത്തരത്തിൽ 25,000 രൂപ മാത്രമാണോ ഈടാക്കേണ്ടത് എന്നതാണ് ഹൈക്കോടതി ചോദിച്ചത്. ഒപ്പം തന്നെ ഈ രൂപമാറ്റം വരുത്തിയതിന് ഈ സൗണ്ട് സിസ്റ്റം, അത്തരത്തിൽ ലൈറ്റ് അങ്ങനെയൊക്കെ തന്നെയും അനധികൃതമായി തന്നെ പിടിപ്പിച്ചതുകൊണ്ട് അതിൽ കൃത്യമായ നടപടി വേണം, അതിനനുസരിച്ചുള്ള പിഴ ഈടാക്കണമെന്ന കാര്യമാണ് ഹൈക്കോടതി പറയുകയും ചെയ്തത്. അതിന്റെ പശ്ചാത്തലത്തിൽ 1,65,000 രൂപയാണ് നിലവിൽ ഈ ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതായത് നെടുമങ്ങാട് അപകടത്തിൽപ്പെട്ട ആ ടൂറിസ്റ്റ് ബസ്സിനെതിരെ നിലവിൽ ഇപ്പോൾ 1,65,000 രൂപയാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു ബസ്സിന്റെ കാര്യമല്ല. ഇനി ഇത്തരത്തിൽ നിരത്തിലിറങ്ങുന്ന ഓരോ ബസ്സുകൾക്കെതിരെയും ഇത്തരത്തിൽ രൂപമാറ്റം നടത്തിക്കൊണ്ട് പല ടൂറിസ്റ്റ് ബസ്സുകളും ഇന്നും നിരത്തിൽ ഇതുപോലെ ഇറങ്ങുന്നുണ്ട് എന്നത് തന്നെയാണ് ഹൈക്കോടതിയും നിരീക്ഷിച്ചത്. അത്തരം ബസ്സുകൾക്കെതിരെ കർശനമായ നടപടിയെടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ അപകടത്തിൽപ്പെടുന്ന ബസ്സുകൾക്ക് പിഴ ചുമത്തുക എന്നതിനപ്പുറം ഈ ബസ്സുകൾ നിരത്തിൽ പരിശോധന നടത്തുമ്പോൾ, അതായത് നിരത്തിൽ ഇനി മുതൽ പരിശോധന നടത്തുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ രൂപമാറ്റം വരുത്തിയ ബസ്സുകൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ MVD തയ്യാറാകണമെന്ന് കൂടി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നതാണ്. അതായത് വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ നിരത്തിലിറങ്ങുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് MVDയോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത്തരം പരിശോധന കർശനമാക്കാനാണ് MVDയുടെ ഉദ്ദേശമെന്ന് പറയുന്നതും. അതായത് അടുത്ത ദിവസം മുതൽ പരിശോധന കർശനമാക്കുമെന്നതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിടൂ എന്ന രീതിയിലേക്ക് MVD എത്തുന്നു. അങ്ങനെ എത്തണം എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശവും.